ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അണ്ടർ ദി സ്കൈ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഈ വീഡിയോ ഫേസ്ബുക്ക് പേജ് വഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് കാണുമ്പോൾ തന്നെ കൃഷിക്കാർക്ക് അറിയുന്നതായിരിക്കും. അതായത് നമുക്ക് ഏറ്റവും ഗുണമുള്ള കാര്യമാണ് ജൈവ കീടനാശിനിയായിട്ടും അതുപോലെ ജൈവ വളമായിട്ടും രണ്ട് രീതിയിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതായത് നമ്മൾ മത്തി വെച്ചിട്ടാണ് കൂടുതലും ചെയ്യുന്നത്. ചെറിയ മത്തിയാണ് നല്ലത്, കുഞ്ഞു മത്തി. അപ്പം നല്ല വിലക്കുറവിൽ ഇന്നലെ കിട്ടിയത് കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് വളം ഉണ്ടാക്കാനും നമുക്ക് ലാഭത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ട രണ്ട് സാധനങ്ങളാണ്, ഒന്ന് മത്തിയും അതുപോലെ ശർക്കരയും ബെല്ലം. അപ്പം എത്രയാണോ മത്തി എടുക്കുന്നത് അത്രയും അളവ് തന്നെയാണ് ബെല്ലം എടുക്കേണ്ടത്, ഈക്വൽ അളവിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പം വീട്ടിലെടുക്കുന്ന മത്തീൻ്റെ ബാക്കി വേസ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചിരുന്നുണ്ട് 2 വർഷം ആയ എൻ്റെ ഫിഷ് അമിനോ ആസിഡ്, അതായത് 2 വർഷമായിട്ട് ബാക്കിയില്ല ഫിഷ് അമിനോ ആസിഡ്. ഞാനിത് ഇടയ്ക്കത് കഴിയാനാവുമ്പോഴത്തേനും വീണ്ടും ആക്കി വെക്കും. നമുക്ക് ഇത് കുറച്ച് നാൾ, അതായത് ഒരു 15 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ തുടങ്ങാം. അപ്പം ഇതെങ്ങനെയാണ് ആക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഇതുമില്ല, നമ്മൾ മത്തി വാങ്ങിച്ച് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി പീസാക്കിയിട്ടിടുക. ആദ്യം തന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമുക്ക് എന്ന് വെച്ചാൽ എയർ കടന്നു കഴിഞ്ഞാൽ ഇതിൽ പെട്ടെന്ന് പുഴു വരാൻ, അതുപോലെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പുഴു വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ശ്രദ്ധിച്ചിട്ട് ഭയങ്കര നീറ്റായിട്ട് മാത്രം ഇത് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് എടുക്കുക. അതിന് ഒരു ഭാഗം അങ്ങനെ ചെയ്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു ശർക്കര ഇങ്ങനെ പൊടിച്ച് ഇട്ട് കൊടുക്കുക. കാരണം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് അലിയാൻ കുറച്ച് പ്രയാസമായിരിക്കും. പൊടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അലിയുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ആക്ഷൻ പെട്ടെന്ന് തന്നെ നടക്കുകയും ചെയ്യും. അങ്ങനെ തട്ടായിട്ട് ഇതിട്ട് കൊടുക്കുക. അതായത് മത്തി ഇട്ട് കൊടുക്കുക, കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ശർക്കര ഇട്ട് കൊടുക്കുക, മത്തി ഇട്ട് കൊടുക്കുക, ശർക്കര ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് നമ്മൾ 15 ദിവസം വെക്കണം. ഈ 15 ദിവസത്തിൽ നമ്മൾ എല്ലാ ദിവസവും എന്ത് വേണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക, ഇളക്കി കൊടുക്കണം എല്ലാ ദിവസവും. അതിന് ശേഷം ഇത് ഞാൻ പറഞ്ഞില്ലേ 2 വർഷം മുന്നേ ഞാൻ ആക്കി വെച്ചതിൽ ബാക്കിയില്ല ഫിഷ് അമിനോ ആസിഡാണ്. ഒരു സ്മെല്ലോ കാര്യമോ ഒന്നും ഉണ്ടാവില്ല. നല്ലൊരു ശർക്കരേൻ്റെ സ്മെല്ലെല്ലാമായിട്ട് നമുക്ക് കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ആ ഒരു സ്മെല്ലായിരിക്കും ഉണ്ടാവല്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ഞാനത് കാണിച്ചു തരാം. ഇത് അളവെടുക്കേണ്ടത് 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എന്നുള്ള കണക്കിലാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ എടുത്തിട്ട് ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇതിനുള്ള വേറൊരു ഗുണം എന്ന് വെച്ചാൽ നന്നായിട്ട് പൂവുണ്ടാവാൻ വേണ്ടിയിട്ട് 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രാവശ്യം എന്നുള്ള രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനെന്താ ചെയ്യാന്ന് വെച്ചാൽ മത്തിക്ക് വില കുറയുന്ന സമയത്ത് ഞാനിത് വാങ്ങിച്ചു വെക്കും. ഇതുണ്ടാക്കി നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം. കാരണം ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ എയർ ടൈറ്റായിട്ട് കണ്ടെയ്നറിലും അതുപോലെ തന്നെ വെള്ളം അംശമൊന്നും എത്താത്ത രീതിയിലുള്ള കണ്ടെയ്നറിലും സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് 10 ദിവസം കൂടുമ്പോൾ ഉപയോഗിക്കാം. ഓക്കെ, താങ്ക് യു.